Hello everyone, welcome to Prepwise. ഒരു +2 പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളായിരിക്കും അവരുടെ കൺസേൺസ് ആയിട്ട് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2ന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. പിന്നെ രണ്ടാമത്തത് സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അതെന്തായിരിക്കണം, എവിടെ പോകണം, എന്ത് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൺസേൺസ് ആണ്. ഈ ഒരു വർഷം മുതൽ ഡിഗ്രി പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ. ഈ കാലം വരെ 12th മാർക്കിൻ്റെ ബേസിൽ അഥവാ നിങ്ങൾ +2ൻ്റെ മാർക്കിൻ്റെ ബേസിൽ അഡ്മിഷൻ നൽകിക്കൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും അഥവാ ഈ +2ൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യാത്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, അവരൊക്കെ അവരുടേതായിട്ടുള്ള സ്വന്തം എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടായിരുന്നു സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ കാര്യങ്ങൾ അടിമുടി മാറുകയാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യൂസാണ് നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഈ സംഭവം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാരണം +2 സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ, പുതിയ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആളെന്നുള്ള രീതിയിൽ CUET ആയിരുന്ന പുതിയ CUETയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം. മലയാളം ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ തന്നെ നാഷണൽ മീഡിയാസൊക്കെ ഇതേ വിഷയം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സംഭവം? ഈ കാണുന്ന വാർത്തകളുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം UGC CUET എന്ന് പറയുന്ന പേരിൽ ഇറക്കിയിട്ടുള്ള ഒരു നോട്ടീസാണ്. ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ ഇനിയും വരാനുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ, സിലബസ് ആവട്ടെ, അതിൻ്റെ ഫോക്കസ് ഏരിയാസ് ആവട്ടെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഓഫ് ഇൻഫർമേഷൻസ് തന്നെ ഇനിയും വരാനുണ്ട്. ഇതുവരെ വന്നിട്ടുള്ള ഇതുപോലുള്ള ന്യൂസുകളിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് +2 മാർക്ക് ഇനി ഡിഗ്രി അഡ്മിഷൻ ഒരു മാനദണ്ഡമാവില്ല എന്നുള്ളത്. നമ്മൾ +2ൻ്റെ എക്സാം ഇതാ എത്തി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതായത് നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിലമയിലേക്ക് തള്ളിവിടും. എന്താണ് ഡിലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 മാർക്കിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യണോ അല്ലെങ്കിൽ CUETക്ക് വേണ്ടി ഫോക്കസ് ചെയ്യണോ എന്നുള്ളത്. ആ ഒരു കൺഫ്യൂഷൻ കൊണ്ട് നിങ്ങളധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും നമ്മളൊരു ബാലൻസ് കണ്ടെത്തുന്നതാണ്. എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നടക്കണം. +2ൽ നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മാർക്ക് നിങ്ങൾ നേടിയിരിക്കുക തന്നെ വേണം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും വേണം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നേടിയെടുക്കണമെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോക്കസ് +2ൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇവരിതിൽ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതായത് +2ൻ്റെ മാർക്കേ, പക്ഷേ സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, +2ന് നല്ല പോലെ പഠിക്കണം. അങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഈ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഈ നോട്ടിഫിക്കേഷൻ, ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഈ +2 ആയിട്ട് ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടാവും. ഓൾറെഡി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അറിയാമായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റുഡൻസ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇനിയും CUETയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അതൊക്കെ ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിച്ചിരിക്കും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസോ പാരൻസോ ആര് തന്നെയായാലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീമിൽ നിന്നും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പോൾ +2ന് പഠിക്കുന്ന ആരും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ +2ൽ കംപ്ലീറ്റ് ഫോക്കസ് നൽകുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും കോച്ചിങ്ങും സപ്പോർട്ടും എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.